നമ്മളെല്ലാവരും സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇന്ന് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ആയിരിക്കും. നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള അതുപോലെ തന്നെ ജോബും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അതുപോലെ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ ACCA, CMA, CWM തുടങ്ങിയ കോഴ്സസുകളിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന V-Guide ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CEO കൂടിയായിട്ടുള്ള പ്രശാന്ത് ശങ്കർ ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. സാറിന് വിദ്യാസരണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ ബേസിക്കലി നമുക്കിന്ന് ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതായത് ഇപ്പോൾ CL, CMA US, ACCA അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട്. ACCAയുടെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അത് നമുക്കിപ്പോൾ +2 കഴിഞ്ഞിട്ടാണോ 10th കഴിഞ്ഞിട്ടാണോ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ജോയിനിങ്? ACCAയിലേക്ക് എന്ന് പറയുമ്പോൾ ദർ ആർ 2 മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സ്. എൻട്രി പോയിന്റ്സ് മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, 12th കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതർ പ്രൊഫഷണൽ കോഴ്സസ് കഴിഞ്ഞിട്ട് വരെ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് CA, CMA ഇന്ത്യ, ഈ പ്രൊഫഷണൽ കോഴ്സസ് അല്ലെങ്കിൽ MBA കഴിഞ്ഞിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഫുൾ സ്ട്രക്ചർ പറയാം. നോർമലി ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th കഴിയുന്നു ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ ആദ്യം പറയാം. സോ 12th കഴിഞ്ഞൊരു കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 3 ലെവൽസ് ഇൻ ACCA: അപ്ലൈഡ് നോളജ് ലെവൽ, അപ്ലൈഡ് സ്കിൽ ലെവൽ, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ. അപ്ലൈഡ് നോളജ് ലെവലിൽ 3 പേപ്പർ ഉണ്ട്: ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടിങ്, ഫൗണ്ടേഷൻ ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൗണ്ടേഷൻ ഇൻ ബിസിനസ് ടെക്നോളജി. ഈ 3 പേപ്പർ ഉണ്ട്. ഈ 3 പേപ്പർ കഴിഞ്ഞാൽ ദേ വിൽ ബി കോൾഡ് ആസ് അപ്ലൈഡ് നോളജ് ലെവൽ കംപ്ലീറ്റഡ്. അവർക്കൊരു ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ബിസിനസ്സും ഒരു സർട്ടിഫിക്കേഷൻ ACCAയുടെ തന്നെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 6 പേപ്പർ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് സ്കിൽ ലെവൽ. സ്കിൽ ലെവലിൽ പേപ്പേഴ്സ് ആർ ലൈക്ക് ലോ, ടാക്സേഷൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, റൈറ്റ്, ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പോൾ 6 പേപ്പർ ഉണ്ട്. അപ്പോൾ ഈ 6 പേപ്പർ കഴിഞ്ഞാൽ ദേ വിൽ ബി കംപ്ലീറ്റഡ് വിത്ത് സ്കിൽ പേപ്പേഴ്സ്. സോ ടോട്ടൽ 3 + 6 9 പേപ്പേഴ്സ് കഴിഞ്ഞു. ആൻഡ് ദെൻ സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിൽ ദർ ആർ ടോട്ടൽ 4 പേപ്പേഴ്സ്. സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ആർ ഡിവൈഡഡ് ഇൻ ടു 2 സബ് പാർട്സ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽസ്, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽസ്. എസെൻഷ്യൽസിൽ ദർ ആർ 2 മാൻഡേറ്ററി പേപ്പേഴ്സ്: സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർഷിപ്പ്, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ഓപ്ഷണൽസിൽ 4 പേപ്പർ കൊടുക്കാറുണ്ട്. 4 പേപ്പറിൽ ഏതെങ്കിലും 2 പേപ്പർ എഴുതിയാൽ മതി. സോ 4 പേപ്പർ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ആൻഡ് അഡ്വാൻസ്ഡ് ടാക്സേഷൻ. ആൻഡ് ഇതിൽ നിന്ന് ഏത് 2 പേപ്പർ എഴുതാം അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്. സ്കിൽ ലെവലിൽ അവർക്ക് ചിലവർ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരിക്കും ഇഷ്ടം, അപ്പോൾ അവർ AFM എടുക്കും. ചിലവർക്ക് പെർഫോമൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പെർഫോമൻസ് മെഷർമെന്റ് ആയിരിക്കും ഇഷ്ടം, അവർ APM എടുക്കും. ചിലവർ കുട്ടികൾ ടാക്സേഷൻ എടുക്കും, അപ്പോൾ അവർ ടാക്സേഷൻ എടുക്കും. അപ്പോൾ ഏതെങ്കിലും 2 പേപ്പർ അവർക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ഏത് ഫീൽഡിലേക്കാണ് അവർക്ക് പോകേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ 12th കുട്ടികൾ വരുന്നവർക്ക് ടോട്ടൽ 13 പേപ്പേഴ്സ് എഴുതണം. ഇനി ഇതൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th കഴിഞ്ഞ കുട്ടികൾക്കും ഇത് ചൂസ് ചെയ്യാം. 10th കഴിഞ്ഞ കുട്ടികൾക്ക് ACCAയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു എൻട്രി പോയിന്റ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് FIA റൂട്ട്, ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ട്. ഈ നോളജ് ലെവൽ ഞാൻ ആദ്യത്തെ 3 പേപ്പർ പറഞ്ഞില്ലേ, ആ 3 പേപ്പർ തന്നെ ഇവർക്ക് 10th കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഈ 3 പേപ്പർ അവർ 11th 12th ഒപ്പം ചെയ്തിട്ട് 12th കഴിഞ്ഞാൽ അവർ ഈ 3 പേപ്പർ കഴിഞ്ഞാൽ, റൈറ്റ്, വിച്ച് ഇസ് ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി, ഫൗണ്ടേഷൻ ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടൻസി ആൻഡ് ഫൗണ്ടേഷൻ ഇൻ ബിസിനസ് ടെക്നോളജി. ഈ 3 പേപ്പർ കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കേഷൻ കിട്ടും, ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ്. അത് കഴിഞ്ഞാൽ അവർക്ക് കൺവേർട്ട് ചെയ്യാം ടു ACCA. അവരുടെ രജിസ്ട്രേഷൻ ഫൗണ്ടേഷൻ രജിസ്ട്രേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് അവർ ACCAയിലേക്ക് പറയണം ദാറ്റ് ഐ വോണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ACCA റൂട്ട്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കിൽ ലെവൽ ചെയ്യാം. കാരണം പിന്നെയും വീണ്ടും അവർക്ക് അപ്ലൈഡ് നോളജ് ലെവൽ ചെയ്യേണ്ടി വരില്ല, ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ഡൺ ദ FIA റൂട്ട്. ചില സമയത്ത് ഈ 12th കഴിഞ്ഞ കുട്ടികൾക്കും ഒരു എൻട്രി റിക്വയർമെന്റ് ഉണ്ട്. 2 സബ്ജക്റ്റിൽ 65% സ്കോർ ചെയ്യണം 12th. ബാക്കിയുള്ള സബ്ജക്ട്സിൽ മിനിമം 50% ഉണ്ടാവണം. ഈ മിനിമം റിക്വയർമെന്റ് ACCAയിൽ ഇല്ലെങ്കിൽ അവർക്ക് ACCAയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഫൗണ്ടേഷൻ റൂട്ട് വഴി കയറാം, ബിക്കോസ് അവർക്ക് മാർക്ക് കുറഞ്ഞത് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് കാരണം അവർക്ക് ചിലപ്പോൾ 49 കിട്ടിയവരുണ്ട്, 48 കിട്ടിയവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ദേ ക്യാൻ ചൂസ് ദിസ് ഫൗണ്ടേഷൻ റൂട്ട്. അതും അവർക്കൊരു ഓപ്ഷനാണ്. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ 5 പേപ്പർ എക്സംഷൻ ആണ്. അപ്പോൾ അപ്ലൈഡ് നോളജ് ലെവലിൽ 3 പേപ്പറും അപ്ലൈഡ് സ്കിൽ ലെവലിൽ 2 പേപ്പർ, ലോയും ടാക്സേഷനും അവർക്ക് എക്സംപ്റ്റഡ് ആണ്. CA കഴിഞ്ഞവർക്ക് 9 പേപ്പർ ഉണ്ട്, നോളജ് ലെവലും സ്കിൽ ലെവലും എഴുതണ്ട. CA ഇന്റർ കഴിഞ്ഞവർക്ക് 6 പേപ്പർ വരെ എക്സംഷൻ കിട്ടും. CMA ഇന്ത്യ കഴിഞ്ഞവർക്ക് 9 പേപ്പർ വരെ എക്സംഷൻ ഉണ്ട്. സോ അങ്ങനെ മൾട്ടിപ്പിൾ എൻട്രി റൂട്ട്സ് ഉണ്ട്. ബട്ട് ടോട്ടൽ പേപ്പേഴ്സ് ആർ ടോട്ടലി 13 പേപ്പേഴ്സ്, 3 ലെവൽസ്: നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ.
അത് +2 കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അതായത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സ് തന്നെ ആയിരിക്കണം നിർബന്ധം? ഇല്ല, നിർബന്ധമില്ല. ആൻഡ് ഇൻഫാക്ട് സയൻസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ ആക്ച്വലി ദേ ഡു പെർഫോം റിയലി വെൽ ഇൻ ACCA. ബിക്കോസ് ACCAയിൽ ഒരു ലോജിക്കൽ റീസണിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പെർഫോമൻസ് മെഷർമെന്റ് ആയാലും നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എല്ലാത്തിനും ഒരു ലോജിക്കൽ റീസണിങ് ഉണ്ട്. ആൻഡ് ലോട്ട് ഓഫ് ഫോർമുലാസ് ഉണ്ട്. ഈ സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് ഈ ലോജിക്കൽ റീസണിങ് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം റാദർ ദാൻ കൊമേഴ്സ് സ്റ്റുഡൻസ്. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ അവർക്ക് ഈ അക്കൗണ്ട്സിന്റെ ബേസിക്സ് അറിയാത്തത് കൊണ്ട് ഇനീഷ്യൽ ഫേസിൽ അവർക്ക് ബേസിക് ലെവൽ ഓഫ് നോളജ് കൂടുതലായിട്ട് ആവശ്യം വരും. അപ്പോൾ അവർ അതിന് ഇനീഷ്യലി അവരൊരു നല്ലൊരു മെന്ററും കോച്ചിങ്ങും എടുത്തു കഴിഞ്ഞാൽ റൈറ്റ്, പിന്നെ അവർക്ക് സ്കിൽ ലെവലിലൊക്കെ എത്തുമ്പോൾ അവർക്ക് ആ അത്രയും ലോജിക്കൽ റീസണിങ് ഉള്ളത് കൊണ്ട് തന്നെ ദേ കൈൻഡ് ഓഫ് പെർഫോം റിയലി വെൽ. ആൻഡ് ഇത് നോട്ട് ജസ്റ്റ് ഇൻ ACCA, CA-ലും കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേര് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അവരും പറയുന്നുണ്ട് ദേ നോ ദ ലോജിക്കൽ റീസണിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് ദേ ആർ ഏബിൾ ടു പെർഫോം വെൽ ഇൻ ദി CA സബ്ജക്ട്സ് ആസ് വെൽ. സോ ACCA-ലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിള്ളേർക്കും ഇതേപോലെ ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ട് എടുത്തതിന് ശേഷം അവർക്ക് ആദ്യത്തെ 3 പേപ്പർ എഴുതിയാൽ അവർക്ക് നേരെ സ്കിൽ ലെവലിലേക്ക് കയറാവുന്നതാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിലും അതെ, BCom എന്ന് പറഞ്ഞ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ 5 പേപ്പർ എക്സംഷൻ കിട്ടും. BBA അല്ലെങ്കിൽ മറ്റ് പല ഗ്രാജുവേഷൻ ആണെങ്കിൽ എക്സംഷൻ ഉണ്ടാവില്ല. പക്ഷെ MBA ഉള്ളവർക്കും ഇതേപോലെ 5 പേപ്പർ 6 പേപ്പറാണ് എക്സംഷൻ കൊടുക്കുന്നത്. VGAID ഇപ്പം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ACCA മാത്രമാണല്ലോ, ബാക്കി കോഴ്സസ് ഒക്കെ? നമ്മളുടെ പ്രൈം കോഴ്സ് എന്ന് പറയുന്നത് പ്രൈം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ACCA ആണ്. ബിക്കോസ് ഞാനൊരു ഫെലോ മെമ്പർ ഓഫ് ACCA ആയതുകൊണ്ടും ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത് കൊണ്ടും അപ്പോൾ ACCA സ്റ്റുഡൻസ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്താണ് ലാക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നത് കൊണ്ടും ACCA ആണ് അത് പ്രൈം പ്രൊഡക്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എൻ്റെ ട്യൂട്ടേഴ്സ് ആയിട്ടുള്ള കുറെ പേര് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. ആൻഡ് എൻ്റെ പാർട്ട്ണർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ അതേപോലെ വേറെ നമ്മുടെ ലേണിംഗ് പാർട്ട്നേഴ്സ്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ട്യൂട്ടേഴ്സ് എല്ലാവരും കുറെ പേര് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ CA-യും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ CMA ഇന്ത്യയും നമുക്കൊരു സെപ്പറേറ്റ് ടീം തന്നെയുണ്ട്. ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ഒരു 5 to 6 ഫാക്കൽറ്റീസ് നമുക്ക് CMA ഇന്ത്യക്ക് ഉണ്ട്. സോ CMA ഇന്ത്യ കോഴ്സസ് ഇന്ററും ഫൈനലും അതേപോലെ കാറ്റ് ഫൗണ്ടേഷനും നമ്മൾ നമ്മുടെ കൊച്ചി ക്യാമ്പസിൽ കൊടുക്കുന്നുണ്ട്. ബട്ട് ഓൺലൈനിൽ പ്രൈമറിലി നമ്മൾ ACCA-യും വേറൊരു ഓൺലൈൻ മോഡിൽ നമ്മൾ CMA ഇന്ത്യയുമാണ് പ്രൈമറിലി കൊടുക്കുന്നത്. CA നമ്മൾ അപ്കമിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂൺ തൊട്ട്. മെയിൻലി നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ക്വസ്റ്റ്യൻ ഇത് പാസ് ആവുമെന്നായിരിക്കും. അതായത് പാസ് പെർസെൻറ്റേജ് മറ്റുള്ള കോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സസിൽ. അതായത് ഇപ്പോൾ ACCA ആയാലും CA CMA കോഴ്സസിലായാലും. അപ്പം ഇങ്ങനെ കൺസേൺ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് മെയിൻലി സാർ എന്ത് പറഞ്ഞിട്ടാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അതെ, ആദ്യം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് പാസ് പെർസെൻറ്റേജ് കുറവായിരിക്കുന്നത് കൊണ്ടല്ലേ അതിന് ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് പാസ് പെർസെൻറ്റേജ് കുറവായാൽ മാത്രമേ ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 100 പേരും പാസ്സാവുകയാണെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്തുകൊണ്ട് ഒരു കമ്പനിക്ക് ആവശ്യമുണ്ട്? അത്രത്തോളം ഇൻഫർമേഷൻ അവന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഷോർട്ട് സ്പാനിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണം. അത്രയും ഇൻപുട്ട് ക്ലയൻസിന് കൊടുക്കണം. ആൻഡ് അത്രയും എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾ, ബിസിനസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, ക്ലയൻസിൻ്റെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, ഗവൺമെന്റ് ടാക്സേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതെല്ലാം അവൻ റിസർച്ച് ചെയ്ത് ആൻസറബിൾ ആയിട്ട് വരണം. സോ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ആദ്യം നോക്കൂ. ഒരു നോർമൽ ഗ്രാജുവേറ്റ് എല്ലാം പാസ്സാവുന്ന ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും റാദർ ദാൻ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പഠിച്ചവർക്കും കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് നോക്കും. ആൻഡ് കൊമേഴ്സിൽ ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ഇനീഷ്യൽ ഫേസിൽ ഒരു ട്രെയിനിങ് ഫേസിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 years ഇസ് കംപ്ലീറ്റ്ലി ട്രെയിനിങ്. അത് അവരുടെ പഠനം കൂടിയാണ്. അവർ CA ഫേമിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഇല്ലെങ്കിൽ ACCA-കാരാണെങ്കിലും ഇനീഷ്യൽ 1 or 2 years വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ലേണിംഗ് ഫേസ്. അവർ ജോലി പഠിക്കുകയാണ്. ആ 3 years കഴിഞ്ഞാൽ മാത്രമേ ദേ വിൽ ബിക്കം എ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട്. ആ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് വിൽ ബി വെരി ഗുഡ്. സോ കൊമേഴ്സിൽ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ജോലി ശമ്പളമായിരിക്കില്ല 10 years 15 years കഴിഞ്ഞ് കിട്ടുന്നവർക്ക്. പക്ഷെ സയൻസിൽ അങ്ങനെ ആവണമെന്നില്ല. നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും പുതിയതായിട്ട് കോഡ് ചെയ്യാനുള്ളവർക്ക് ചിലപ്പോൾ ഇനീഷ്യലി നല്ല പാക്കേജ് ഉണ്ടാവാം, റൈറ്റ്. പക്ഷെ അവൻ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കൊമേഴ്സിൽ അങ്ങനെയല്ല. കൂടുതൽ എക്സ്പീരിയൻസ് ആവും തോറും his maturity becomes more and he will become more informed and he will become a subject matter expert. So അങ്ങനത്തെ ഒരു റിക്വയർമെന്റ് ഉള്ളത് കൊണ്ട് റൈറ്റ് ഈ ഒരു കോഴ്സ് ഇപ്പോഴേ ഇത് ടഫായി അത്രയും പാസ് പെർസെൻറ്റേജ് കുറച്ച് വെച്ചാൽ മാത്രമേ അതിനുള്ള ഡിമാൻഡ് നെക്സ്റ്റ് 1 year 2 year അല്ല 10 yearsലെ ഫ്രെയിം വർക്കിൽ നിൽക്കാൻ പറ്റുള്ളൂ, റൈറ്റ്. ആൻഡ് 100-ൽ ഒരാളാവണോ അതോ 10-ൽ
സെയിം ആയിട്ട് നിൽക്കണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് കുട്ടികളാണ്. അവർക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 100 പേരിൽ ഒരാൾ പാസ്സായാൽ അതിന് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കുള്ളൂ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതാവാനല്ലേ നമ്മൾ നോക്കേണ്ടത്, റൈറ്റ്? ആ ഒരു പാഷനേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, right? And I feel that anybody can do this professional course. It's just that they need the dedication and passion and support. നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഉള്ളൊരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവർ 5 വർഷമായി ACCA പഠിക്കുന്നു, അല്ലെങ്കിൽ 5 വർഷമായി CA പഠിക്കുന്നു, ക്വാളിഫൈ ചെയ്യുന്നില്ല, അപ്പോൾ വേറെ PGക്ക് പോക്കൂടെ, സ്റ്റോപ്പ് ചെയ്യാനുള്ള അതായത് അവരൊരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന പൊതുവേ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സോ സി എന്താ പറയാ, അത് നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു കൺസേണും കൂടിയാണ്. സോ ഇത് എപ്പോഴും ഞാൻ കുറെ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഫോറിൻ കൺട്രീസ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യും. ഫോറിൻ കൺട്രിയിൽ ഈ ഗ്രാജുവേഷനും അതുപോലെ കോളേജിൽ പഠനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണ്, റൈറ്റ്? ഒരു സാധാരണ ഫോറിനറിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡു യു നോ വാട്ട് ദേ ഡു? അവരുടെ ക്ലാസ്സസ് കഴിഞ്ഞാൽ ആക്ച്വലി ദേ വർക്ക്. പലവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ദേ വർക്ക് ആസ് വെയിട്രസ്, ദേ വർക്ക് ആസ് സ്മോൾ കോഫി ഷോപ്സ്. കുറെ കോഫി ഷോപ്സിലൊക്കെ ഫോറിനിൽ പോയി കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വർക്ക് ചെയ്തിട്ടാണ് ദേ ബിക്കം ബിഗ് യുനോ കോളേജിൽ പോയിട്ട് പിന്നെ ദേ ബിക്കം യുനോ ബിഗ് ഓർഗനൈസേഷൻസിൽ ദേ ഗോ ആൻഡ് ജോയിൻ. ഈവൻ ഇൻ മൈ ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ എൻ്റെ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ 20 years back, 25 years back when she joined JP Morgan, പുള്ളിക്കാരി ഇനീഷ്യലി ഇന്റേൺ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഗ്രാജുവേഷൻ പോലും ഉണ്ടായില്ല. പുള്ളിക്കാരിയുടെ സ്കൂളിംഗ് കഴിഞ്ഞ ഡയറക്റ്റ് അങ്ങോട്ട് വന്നു. എന്നിട്ട് അവരുടെ സ്കോളർഷിപ്പിലൂടെയാണ് അവർ പഠിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത്. സോ ആ പേഷ്യൻസ് ലെവൽ ഈ ഫോറിനേഴ്സിന് കൂടുതലാണ്. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ മാത്രം അവർക്ക് ആദ്യം എല്ലാം പെട്ടെന്ന് കിട്ടണം, ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ പെട്ടെന്ന് കിട്ടണം, റൈറ്റ്? ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസ്ക്കും ഉണ്ട്, ബട്ട് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് കൂടുതലാണ്. സോ ഈ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡ് കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? പക്ഷെ ആ റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ഇനീഷ്യൽ ഫേസിൽ അവർ എടുക്കേണ്ട റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടൈം ആൻഡ് പേഷ്യൻസ് ആണ്. സോ അവര് ആ സ്ട്രക്ചർ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പാസ്സാവാം, റൈറ്റ്? ഇപ്പൊ ഞാൻ അത്രയും ഭയങ്കര വലിയൊരു പഠന ആളൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എൻ്റെ 10th ബിഫോർ. എനിക്ക് അക്കൗണ്ട്സും അതേപോലെ ബിസിനസ്സും എക്കണോമിക്സും പാഷനേറ്റ് ആയതുകൊണ്ട് കൊമേഴ്സിൽ ഞാൻ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ CA ACCA എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിലേക്ക് വന്നു. ആൻഡ് ACCAയിൽ വന്നപ്പോൾ പോലും അക്കൗണ്ടിങ് എനിക്കൊരു കോർ പാഷനേറ്റ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുമായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ 1 year എടുത്താലും 2 year എടുത്താലും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം, റൈറ്റ്? അത് ആ പേഷ്യൻസ് അവർക്ക് ഉണ്ടെങ്കിൽ വൺസ് ദേ കംപ്ലീറ്റ് they will be able to get a fruitful reward in the future, right? പക്ഷെ ഈ കുട്ടികൾ ഇത് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ പേരൻസ് ഇത് മനസ്സിലാക്കാത്ത, അവർക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാ ഒരു ഇൻഫർമേഷൻ ഇല്ല, റൈറ്റ്? അപ്പൊ ആ ഇൻഫർമേഷൻ അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ 5 വർഷം 6 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ദേ നീഡ് ടു റിയലൈസ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് 1 among ഒരു 100 പേര് ചെയ്യുന്ന പോലത്തെ ഒരു കോഴ്സ് അല്ല, റൈറ്റ്? 100 പേരിൽ ഒരാൾ പാസ്സാവുന്ന കോഴ്സാണ്, ശരിയല്ലേ? അപ്പൊ അതേപോലെ തന്നെ 100 പേരുണ്ടെങ്കിൽ 100 പേര് അവരെ ഹയർ ചെയ്യില്ല, അവർക്ക് 10 പേര് 50 പേര് മതി, റൈറ്റ്? അപ്പൊ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കോഴ്സുകൾക്ക് ഈ റിവാർഡ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ റിവാർഡ് കിട്ടാനായിട്ട് കുറച്ച് റിസ്ക് പേഷ്യന്റോടെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ, റൈറ്റ്? ആൻഡ് one more thing is that to know whether it is your cup of tea early. ചില കുട്ടികൾ ജെന്യുവൻ ആയിട്ട് അവർക്ക് പറ്റാത്തതായിരിക്കാം, പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് there is no way out. അവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് it's better to you change your course. ചിലപ്പോൾ 3 വർഷം 4 വർഷം എടുത്തിട്ടും അവർ പാസ്സാവാത്ത കുട്ടികളാണെങ്കിൽ അവരോട് സീരിയസ് ആയിട്ട് പറയുക, this is not your cup of tea. ചിലപ്പോൾ you might perform much better in other courses. അങ്ങനെ ഞാൻ ഗൈഡ് ചെയ്ത കുട്ടികളും ഉണ്ട്, റൈറ്റ്? ഒരു മെന്ററായിട്ട് നമ്മൾ അവരെ നിർത്തിയിട്ട് അവരോട് പറയുക, ACCA ഫസ്റ്റ് പേപ്പർ 3ാമത്തെ പേപ്പർ പോലും കംപ്ലീറ്റ് ചെയ്യാണ്ട് 3-4 അറ്റംപ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അവരോട് ക്ലിയർ ആയിട്ട് പറയുക, ദിസ് ഇസ് നോട്ട് എ കപ്പ് ഓഫ് ടീ, വേറെ എന്തെങ്കിലും നോക്കൂ, റൈറ്റ്? അതുപോലെ കുട്ടികളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, ഗ്രാജുവേഷൻ ചെയ്യാതെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യരുത്. ഗ്രാജുവേഷൻ ഒപ്പം ചെയ്യണം. ഇഗ്നോ, MG യൂണിവേഴ്സിറ്റി ഇതുപോലത്തെ കുറെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിന്റെ കൂടെ ഗ്രാജുവേഷൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ്. അപ്പൊ അവരുടെ റിസ്ക് ക്യാപിറ്റൈറ്റ് കുറയ്ക്കുകയാണ്, അവർക്ക് ആ റിസ്ക് അവർ കുറയ്ക്കുകയാണ്. അപ്പൊ അവർ അതിനെ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും റിവാർഡ് നാളെ അവർക്ക് എന്തായാലും ബെനിഫിറ്റ് ആയിട്ട് വരും, right? But the key is to be patient during that phase. മെയിൻലി നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മളൊക്കെ കേട്ട ഒരുപാട് കാര്യമാണ്, അവർ 6 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ പാസ്സായില്ല, അപ്പൊ ഇത് വേണോ? കാരണം എന്താ വെച്ചാൽ എല്ലാവരും കുറച്ചുകൂടി റിസ്ക് കുറഞ്ഞ
ജോബിലേക്ക് പോകാനാണ് നോക്കും. ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പറയും എന്താ PSC എഴുതിയാൽ ഗവൺമെന്റ് ജോബിന് പോകൂടെ, അത് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ BCom കഴിഞ്ഞാൽ തന്നെ PG ചെയ്ത് ടീച്ചിങ്ങിന് പോകൂടെ. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സിനോട് പൊതുവെ ഒരു അതെ ഉണ്ട്, ഒരു അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല. മെയിൻലി ഇപ്പം ഒരു ജെൻസി കാറ്റഗറിയിലെ കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആയാൽ പോലും ഇവരുടെ പാരന്റ്സിനും മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ACC ചൂസ് ചെയ്യാൻ വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത്, ഐ മീൻ ACCനെ കുറിച്ച് കൺസേൺ ആയി വരുന്ന ഒരാളുടെ അടുത്ത് സാറിന് എന്താ പറയാനുള്ളത്, എന്തുകൊണ്ട് ACC ചൂസ് ചെയ്യണം എന്നാ പറയാനുള്ളത്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACC ഓഫർ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി, റൈറ്റ്, മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സസ് പോലെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല ACCയുടെ. ദർ ഇസ് എ ബിറ്റ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദിയർ സ്ട്രക്ചർ. കാരണം ഈ പേപ്പേഴ്സൊക്കെ അവർക്ക് ഒരു സെമസ്റ്ററിൽ ഒരു പേപ്പർ വെച്ച് എഴുതാം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സബ്ജക്ട്സ് പോലും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കേസ് സ്റ്റഡി ബേസിസിലാണ്. അവർക്ക് അത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഇതേപോലെ ലോ എഴുതി വെക്കണം, ഇതേപോലെ ടാക്സ് ഇങ്ങനെ തന്നെ എഴുതി വെക്കണം, അങ്ങനെ നിർബന്ധമില്ല. ബട്ട് റാദർ അവർക്ക് ആ കേസ് സ്റ്റഡിയിൽ നിന്ന് അവർക്ക് എന്താണോ മനസ്സിലായത് ആ ഇൻപുട്ട് അവർ എഴുതിയാൽ മതി, എന്നാലും അവർക്ക് അത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ അത്രയും എന്താ പറയുക ഫ്ലെക്സിബിലിറ്റി ACC ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ എക്സ്പീരിയൻസ് 3 years ഓഫ് ആർട്ടിക്കൽഷിപ്പ് അല്ലെങ്കിൽ 3 years ഓഫ് ട്രെയിനിങ് എക്സ്പീരിയൻസ്, അതിനെ PER എന്നാണ് പറയുന്നത്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റെക്കോർഡ്. ഈ PERനെ അവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഒപ്പം തന്നെ കോഴ്സ് കഴിഞ്ഞിട്ടും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗുഡ് തിങ്, ബിക്കോസ് അത് അവരുടെ റിസ്കിനെ കുറയ്ക്കുകയാണ്. കാരണം ചില പ്രൊഫഷണൽ കോഴ്സസ് നിങ്ങൾ CMA നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സിസ്റ്റമാണ്, മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ഒരുമിച്ച് എഴുതണം. അപ്പൊ അതാണ് കൂടുതലായിട്ട് അവർ സ്ട്രെസ് ചെയ്യുന്നത്, റൈറ്റ്. പക്ഷെ ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരാൾ 4-5 ഇൻഫർമേഷൻ ഇങ്ങനെ ഒരുമിച്ച് കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് ദിസ് സ്റ്റേജ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ടെക്നോളജി ഇത്രയും വൈഡ് ആയതുകൊണ്ട്, റൈറ്റ്, എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കൈവശം ഉണ്ട്. സോ നമ്മളത് കറക്റ്റായിട്ട് സെർച്ച് ചെയ്താൽ മാത്രം മതി. ബട്ട് വാട്ട് മേക്സ് അസ് എൻ അക്കൗണ്ടന്റ് ഇസ് അവർ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റിയാണ് നമുക്ക് ACC പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഈ കേസ് സ്റ്റഡി കാണിക്കുമ്പോൾ അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ട്രെയിനിങ് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അവർ ന്യൂ അല്ല ഇതിന്, ദേ വുഡ് ഓൾറെഡി ലേൺ ദിസ്, റൈറ്റ്. അപ്പോൾ അത്രയും റിസ്ക് അവർക്ക് കുറയ്ക്കുകയാണ്. ബിക്കോസ് എംപ്ലോയീസ് ആർ അവെയർ ഓഫ് വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ദാറ്റ് ദീസ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ്, റൈറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മൾട്ടി ഫീൽഡ് ഉണ്ട്. PSC എക്സാം എഴുതാനായിട്ട് ഗവൺമെന്റ് ജോബ് കിട്ടിക്കൂടെ? ഗവൺമെന്റ് ജോബിൽ കിട്ടുന്നതിന്റെ സാലറി എങ്ങനെയാ, റൈറ്റ്? ഇനീഷ്യലി ഒരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതേ സാലറി, പിന്നെ അല്ലെങ്കിൽ കുറച്ച് ഡിയർനൽ ലൈസൻസ്, യെസ്, അക്കോർഡിംഗ് ടു ദ ഗവൺമെന്റ് അത്രയും പ്രോഗ്രസ് വരും. എത്ര പേരാണ് എൻട്രി ചെയ്യുന്നത് ഗവൺമെന്റ് ജോബ്സിൽ, റൈറ്റ്? ഇവിടെ 100 പേരാണ് ACCയിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ജോബിൽ 1,00,000 പേരാണ്. അപ്പൊ എത്ര പേരായിരിക്കും ജോലി കിട്ടുക? സോ പെർസെന്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾമോസ്റ്റ് ബി ദ സെയിം, റൈറ്റ്. പക്ഷേ ഇവിടെ ഗവൺമെന്റ് ജോബ്സ് അത്രയും ഇല്ല കൊടുക്കാൻ, റൈറ്റ്. അപ്പൊ എന്താ സംഭവിക്കുക? അതേപോലെ തന്നെ ടീച്ചിങ് ജോബ്സ്, ഒരുപാട് ടീച്ചേഴ്സ് ഓൾറെഡി ഇൻ ദ മാർക്കറ്റിലുണ്ട്, ഒരുപാട് പേരുണ്ട്, റൈറ്റ്. അപ്പൊ PSC കഴിഞ്ഞിട്ട് ടീച്ചിങ് ജോബിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ദർ ആർ 1 lakh 2 lakh ഗ്രാജുവേറ്റ്സ് എവറി ഇയറിൽ. മിനിമം ഒരു 1 lakh to 2 lakh അല്ലെങ്കിൽ ഒരു 3 lakh ഗ്രാജുവേറ്റ്സ് ഒക്കെയാണ് പാസ്സാവുന്നത്, റൈറ്റ്. അപ്പോൾ ഇത്രയും ജോബ്സ് മാർക്കറ്റിലുണ്ടോ? ഇല്ല. അപ്പൊ ഗ്രാജുവേറ്റ്സ് എവിടെയൊക്കെ വർക്ക് ചെയ്യും? ബിഗ് കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബട്ട് ബിഗ് കോർപ്പറേറ്റ്സിൽ എന്തായാലും അവർക്ക് അക്കൗണ്ടൻസിന് ആവശ്യമുണ്ട്. എനി ഇൻഡസ്ട്രി യു ടേക്ക്, റൈറ്റ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോബ്സ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, റൈറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ജോബ്സ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഇതുപോലെ ഈ മീഡിയൽ ലെവൽ ജോബ്സ് ചെയ്യുന്നവർക്കായിരിക്കാം. ബട്ട് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി എടുക്കാൻ പറ്റുന്നവർക്ക്, റൈറ്റ്, പ്രൊഫഷണൽ കോഴ്സസ് ചെയ്യാൻ പറ്റുന്നവർക്ക്, ദേ വിൽ ബി ഓൾവേസ് ഇൻ ഡിമാൻഡ് പ്രൊവൈഡ് ദി അപ്സ്കിൽ ദംസെൽഫ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു കമ്പനിയല്ലേ, അവർക്ക് അക്കൗണ്ടൻസിന് ആവശ്യം വരില്ലേ, റൈറ്റ്. അപ്പോൾ എന്താ പറയാ, ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ കൺസിഡേർഡ് ആസ് എ പ്രൊഫഷണൽ ഇൻ ദ ജോബ് മാർക്കറ്റ്. അവർക്ക് ആ ഒരു ടാഗ് ലൈൻ കിട്ടുന്നുണ്ട്, റൈറ്റ്. ഇപ്പൊ നമുക്ക് മരുന്ന് കഴിക്കാൻ നമുക്ക് ഫീവർ ആയി കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്ത് പോകും? ഡോക്ടറെ അടുത്തല്ലേ പോകുള്ളൂ. നമ്മൾ നഴ്സിനോട് പോകാറുണ്ടോ? റൈറ്റ്. അതുപോലെ മെഡിക്കൽ ഷോപ്പിൽ പോവും? ഇല്ല. അപ്പൊ അത് എന്താ പറയാ, ബട്ട് നഴ്സും മെഡിക്കൽ ഷോപ്പിൽ ചെയ്യുന്നവരും മോശമായിട്ടുള്ള ജോലികളല്ല. ബട്ട് എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റില്ല, റൈറ്റ്. ബട്ട് ഡോക്ടേഴ്സ് ആർ റിക്വയർഡ് ഇൻ ദ ഫീൽഡ്. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ എല്ലാവർക്കും പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. ബട്ട് പ്രൊഫഷണൽസ് ആർ വെരി വെൽ റിക്വയർഡ്, റൈറ്റ്. അതേപോലെ നേഴ്സിനെക്കാളും നല്ല നേഴ്സുമാർ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും ACCനേക്കാളും നല്ല അക്കൗണ്ടൻസും ഗ്രാജുവേറ്റ്സും എനിക്കറിയാം. എന്ത് ചോദിച്ചാലും ടാക്സിന്റെ ഫുൾ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അക്കൗണ്ടന്റ് ആയിരിക്കും, പക്ഷെ ഫുൾ അറിയാം ടാക്സിനെ പറ്റി. അത് അവരുടെ പാഷനേറ്റ് ഫീൽഡാണ്. പക്ഷെ അവർക്ക് അത് ടൈം ഇല്ലാത്തത് കൊണ്ടും അതിനോട് പെർസ്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഗ്രാജുവേറ്റിൽ നിർത്തിയിട്ട് ജോലിക്ക് കയറിയിരിക്കുന്നത്.
പക്ഷെ ഇപ്പോൾ താങ്ക്സ് ടു ഇന്ത്യയുടെ പ്രോഗ്രസ് കാരണം നമ്മളുടെ പേരൻസും ഒരുപാട് പേരും ഇപ്പോൾ ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഫഷണൽ കോഴ്സസ് കുറച്ചും കൂടെ വാല്യുബിൾ ആയിക്കൊണ്ടുവരികയാണ്. റൈറ്റ്. അപ്പോൾ ഈ ഒരു ടൈം കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് വിൽ ബി വെരി ഹൈ കമ്പയർഡ് ടു എനി അതർ ഫീൽഡ്. CA-യിലൊക്കെ ആയാലും SSC-യിലൊക്കെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം, പുറത്തു പോവാം, ഇന്ത്യയിൽ തന്നെ അവർക്ക് നല്ല സാലറിയിലൂടെ നല്ല പ്രൊമോഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബിഗ് കോർപ്പറേറ്റ്സ് ഇപ്പൊ ഇന്ത്യയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, KPOs പോലെ, അവർക്ക് നല്ല ജോലികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്. അവിടെയൊക്കെ അവർക്ക് വേണ്ടത് CAs-ഉം ACCAs-ഉം പ്രൊഫഷണൽസിനെയാണ്, റാദർ ദാൻ ഈ ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചവർക്കെക്കാൾ കൂടുതൽ പ്രൊഫഷണൽസിനെ ആയിരിക്കും കൂടുതലും ഹയർ ചെയ്യുന്നത്. സർ, നമുക്കിന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ACCA കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. V-Guide എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? സോ നല്ല ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഈ പെർട്ടിക്കുലർ ACCA ആയാലും CA ആയാലും കോമ്പറ്റീഷൻ ഇപ്പോൾ ഭയങ്കര ഹൈ ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം വാട്ട് ദ സ്റ്റുഡൻറ് നീഡ്സ്. ബിക്കോസ് ഞാനൊരു നോർമൽ എൻ്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ടീച്ചിങ് മാത്രമായിട്ട് ചെയ്ത ഒരാളല്ല. ഞാനൊരു 10 years-ഓളം ഐ ഹാവ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ്. ഞാൻ EY, ഗോൾഡ്മാൻ സാക്സ്, JP Morgan എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അക്രോസ് ദ കൺട്രി മോർ ദാൻ 150 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു എംപ്ലോയി എന്താണ് ആവശ്യം, ഒരു എംപ്ലോയറിന് എംപ്ലോയിഡ് ഉള്ള എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് ഒരുപാട് എനിക്കിപ്പോൾ അറിയാം. ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, വാട്ട് ഇസ് ദ എക്സ്പെക്ടേഷൻ. സോ അതൊക്കെ ഞാൻ എടുത്തിട്ട് വാട്ട് ഐ ഡിഡ് ഇസ് ഐ ക്രിയേറ്റഡ് എ പ്രാക്ടിക്കൽ ബേസ്ഡ് ലേണിംഗ്. പ്രാക്ടിക്കൽ ബേസ്ഡ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടെക്സ്റ്റ് ബുക്ക് ടീച്ചിങ് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. വി കണ്ടക്ട് പ്രാക്ടിക്കൽ സെഷൻസ്, എക്സൽ ബേസ്ഡ് ക്ലാസ്സസ് കൊടുക്കും അഡീഷണൽ ടു ACCA ലേണിംഗ്. എൻ്റെ ACCA-യുടെ ക്ലാസ്സസിൽ തന്നെ ഓഡിറ്റ് ആൻഡ് അഷുറൻസിൽ തന്നെ വി ആക്ച്വലി കണ്ടക്ട് ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ സ്റ്റൈൽ ടീച്ചിങ്, കേസ് സ്റ്റഡീസ് കുറേ ഡിസ്കസ് ചെയ്യും. അതുപോലെ മോക്ക് ഓഡിറ്റ്സ് നടത്തും. റൈറ്റ്. ആൻഡ് അത് മാത്രമല്ലാണ്ട് പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിലേക്ക് വരുമ്പോൾ എക്സാമിന് എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരു വശം, അത് എന്തായാലും കുട്ടികളെ പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവരൊരു അക്കൗണ്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റവന്യൂവിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻഡസ്ട്രിയിൽ അത് യൂസ് ചെയ്യുന്നത്, ആൻഡ് എന്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്, അത് റിയൽ ആയിട്ട് എങ്ങനെയാണ് വരുന്നത്, ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് കാണിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ സ്റ്റൈല് തന്നെ ഐ എം ട്രെയിനിങ് മൈ ഓൾ ട്യൂട്ടേഴ്സ്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്തെങ്കിലും പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാതെ അവർ വരുന്നത് കുറവാണ്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാതെ വരുന്നവരാണെങ്കിൽ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യും, നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യും. സോ സ്റ്റുഡൻസിന് കിട്ടുന്നത് ഒരു ട്യൂട്ടർ എന്നുള്ള അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, മറിച്ച് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറും കൂടി അവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഒരു കാര്യം എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഭയങ്കര കൂടുതലാണ് among students, and it is not a common thing, and it's a very serious subject. And എന്താ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ആയിരിക്കണം. ഇപ്പോൾ ഈ എക്സാം ടൈമിൽ കുട്ടികൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുമ്പോൾ വൺ ഓഫ് ദ വേ ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ഇസ് ആക്ച്വലി ടു ഹാവ് സം എക്സസൈസ് ഓർ സം ആക്ടിവിറ്റി, സം ഗ്രൂപ്പ് ആക്ടിവിറ്റി ടു റിലീവ് ദാറ്റ് സ്ട്രെസ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് വിച്ച് ഇസ് എ ഡെഡിക്കേറ്റഡ് സ്പേസ് ഫോർ എ റെക്രിയേഷണൽ ആക്ടിവിറ്റി. ക്യാരം ബോർഡ്, ഊണോ കാർഡ്സ്, അതുപോലെ ബോർഡ് ഗെയിംസ്, ആ ഒരു സ്പേസ് തന്നെ ഉണ്ട്. വി കോൾ ദാറ്റ് ആസ് എ ചിൽ വിത്ത് V-Guide സ്പേസ്. അതിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾ എക്സാമിൻ്റെ സമയത്ത് ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും നൈറ്റ് 1 o'clock 2 o'clock വരെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആണ്. അവർക്ക് അവിടെ ഇരുന്ന് തന്നെ പഠിക്കാം. അവർ ആ സമയത്ത് ചിലപ്പോൾ ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് എന്താ പറയുക കാർഡ്സ് കളിക്കുന്നതും ക്യാരം ബോർഡ് കളിക്കുന്നതും കാണാം. പക്ഷെ ആ സ്ട്രെസ് റിലീവ് ആയി പോകുമ്പോൾ they will be more focused up. And the exam ടൈമിന് മുമ്പ് ആ സ്പേസ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. മോർ ദെയർ ഇൻ ടു ടീച്ചിങ്, മോർ ദെയർ ഇൻ ടു ലേണിംഗ്. അപ്പൊ ആ സ്ട്രെസ് ഇല്ലാണ്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ഒരു നോളജ് ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി അത് എങ്ങനെയാണ് ഇംപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ടീച്ചിങ്. V-Guide ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ആ ഒരു ഫാക്ടർ. കാരണം ഇന്ന് എല്ലാ എംപ്ലോയേഴ്സും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, എല്ലാവരും ക്വാളിഫൈഡ് ആയിരിക്കും, ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞതായാലും പ്ലസ് ടു കഴിഞ്ഞാലും എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എംപ്ലോയ്മെന്റ്, ഒരു എംപ്ലോയർ അടുത്തേക്ക് പോകുമ്പോഴത്തേനും ഇവർക്കൊരു റിയൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു റിയൽ കേസ് ഇവരുടെ കയ്യിൽ വരുമ്പോഴത്തേനും ഒന്ന് കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. അപ്പൊ V-Guide അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മാറ്റ് എന്ന് പറഞ്ഞൊരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് യെസ്. സോ മാറ്റ് എന്ന് പറഞ്ഞാൽ കോൾഡ് ആസ് മോക്ക് ഓഡിറ്റ് ട്രെയിനിങ്. അതിനാണ് നമ്മൾ മാറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറൊന്നുണ്ട് പെറ്റ്.
പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ട്രെയിനിങ്. ഓക്കെ. സോ ഈ മാറ്റ് ആൻഡ് പെറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ആണ്. ഈ ട്രെയിനിങ് സെഷൻസ് ഈ ഞങ്ങളുടെ ഈ പ്രൊഫഷണൽ കോഴ്സ് ചെയ്തെടുത്താലും കുട്ടികൾക്ക് ഇത് ഫ്രീ ഓഫ് കോസ്റ്റിലായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ എക്സ്പോഷർ ട്രെയിനിങ്ങിൽ പെറ്റ് വർക്ക്ഷോപ്പിൽ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് എക്സലിന്റെ ഫിനാൻഷ്യൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സലിന്റെ മാസ്റ്റർ ക്ലാസ് കൊടുക്കും. GST, ടാലി, അതുപോലെ ചെറിയ ബുക്സ്, സോഹോ ബുക്സ്, അതുപോലത്തെ കുറച്ച് ക്വിക്ക് ബുക്സ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ക്ലാസ്സസ് അവയർനെസ് കൊടുക്കും. അതും ഭയങ്കര നീണ്ട 3 months 4 months കോഴ്സ് അല്ല, ഷോർട്ട് കോഴ്സ്. ബിക്കോസ് അത് അതിന്റെ അവയർനെസ്സും പിന്നെ അത് കുറച്ചും കൂടെ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ദേ ആർ റെഡി ഫോർ ദാറ്റ് എന്നുള്ളതാണ് നമ്മൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ് മോക്ക് ഓഡിറ്റ്. സോ ഒരു ബിഗ് 4 ഓർഗനൈസേഷൻസിന്റെ മോക്ക് ഓഡിറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് കുട്ടികൾക്ക് ആ ട്രെയിനിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണോ ഓഡിറ്റ് ചെയ്യേണ്ടത്, ബേസിക്സ് തൊട്ട് അഡ്വാൻസ്ഡ് സ്റ്റേജ് വരെ ഒരു 1 week to 2 weeks എക്സ്പോഷറിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ തന്നെ കുട്ടികൾ എങ്ങനെയാണോ ഓഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലയന്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, എന്തൊക്കെ ഡേറ്റ ചോദിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ചോദിക്കണം, എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്, ഇതൊക്കെ തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്നത് ഓക്കെ. പക്ഷെ ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. അപ്പൊ അതെല്ലാം ആ എക്സ്പോഷർ അവർക്ക് അവിടെ കിട്ടും, റൈറ്റ്. ആൻഡ് ഇത് ഞങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, റൈറ്റ്, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. സോ നമ്മുടെ വി ഗൈഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഫ്രീ എക്സ്പോഷർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അവർ നമ്മുടെ നിന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കലി എന്താണ് നടക്കണേ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും മുന്നേ കേട്ടിട്ടില്ലാത്ത ഒരു തരം ഐഡിയ. സാർ ഇങ്ങനെ ഈ ഒരു ഐഡിയയിലോട്ട് എത്തിയത്? അത് നമ്മളുടെ എംപ്ലോയറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഒരുപാട് എംപ്ലോയർഷിപ്പ് നമുക്ക് ഉണ്ട്. അപ്പോൾ എംപ്ലോയേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവരായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ റിക്വയർമെന്റ് ഇതാണ്, കുട്ടികൾക്ക് ഈ സാധനം വേണം. അപ്പോൾ അതൊരു ഫ്ലാഗ്ഷിപ്പായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്, റൈറ്റ്. അപ്പം ഈ ഫ്ലാഗ്ഷിപ്പിൽ മോഡലിൽ നമ്മൾ ഇനീഷ്യലി ഇതൊരു ഫിലാന്ത്രോപ്പി പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് കേരളത്തിലെ കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി കേരളത്തിലുള്ള എൻ്റെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇത് നന്നായിട്ട് കിട്ടണം, ജെന്യുവിനായിട്ട് ഇത് കിട്ടണം എന്ന് വെച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം എംപ്ലോയർ നീഡ്സ് ദീസ് കൈൻഡ് ഓഫ് സർട്ടിഫിക്കേഷൻസിനേക്കാൾ കൂടുതൽ നോളജാണ് അവർ നോക്കുന്നത്. സർട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും ഒരു ഇതിൽ നിന്ന് കുറേ ഓൺലൈൻ മോഡ്സിൽ വഴി കിട്ടും. പക്ഷെ ദേ ബിക്കം എ ബെറ്റർ പേഴ്സൺ വെൻ ദേ ഹാവ് എ ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ. സോ അത് ഇങ്ങനത്തെ ട്രെയിനിങ്സ് ഓഫ്ലൈൻ എടുക്കുന്നതാണ് ആക്ച്വലി ബെറ്റർ. അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ദേ കൈൻഡ് ഓഫ് ഡു ദാറ്റ് ഇൻ ഓർഗനൈസേഷൻസ് ആസ് വെൽ. ആൻഡ് 10 years 15 years ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് വിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അവിടെ വരുന്നത്. അപ്പോൾ ആ ഈ നെറ്റ്വർക്കിംഗ് ഒക്കെ ഇറ്റ് വിൽ ഹെൽപ്പ് ദം. വി ഗൈഡിലോട്ട് ഇപ്പോൾ ACC ആയാലും മറ്റു കോഴ്സുകളായാലും എടുക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഡിവിജ്വൽ ഫോക്കസ്, അതായത് പലർക്കും പല ടൈപ്പ് ആയിരിക്കും ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലവർക്ക് കണ്ടു പഠിക്കാനായിരിക്കും, ചിലവർക്ക് ലേണിംഗ് കപ്പാസിറ്റി അവർക്ക് കേട്ട് പഠിക്കാനായിരിക്കും. അങ്ങനെ ഓരോ ടൈപ്പ് ആയിരിക്കും ഓരോരാളുടെ ലേണിംഗ് ഇതെന്ന് പറയുന്നത്. അപ്പം വി ഗൈഡിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് എങ്ങനെയായിരിക്കും അവരെ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ട് നമുക്ക്, ആൻഡ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസിന് നമ്മുടെ ബാച്ച് സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുരുക്കമാണ്. വി ഡോണ്ട് എൻകറേജ് മോർ ദാൻ 25 to 30 സ്റ്റുഡൻസ്. മാക്സിമം നമ്മുടെ 25 സ്റ്റുഡൻസ് ഒക്കെയാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ഒരു ബാച്ചിൽ, റൈറ്റ്. ആൻഡ് ആ ഒരു ഫാക്കൽറ്റി ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബാച്ച്. അത് വെരി ക്ലിയർ ഗൈഡൻസ് ആണ്. സോ 25 സ്റ്റുഡൻസ് വന്നാലും നമ്മൾ റിജക്ട് ചെയ്യും. ഇനി ഓൺലൈനിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിലായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ദർ ആർ സബ് ഫാക്കൽറ്റീസ് കോൾഡ് ആസ് മെന്റേഴ്സ്. ഈ മെന്റേഴ്സ് വിൽ ബി ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഫാക്കൽറ്റി ആൻഡ് ദ സ്റ്റുഡൻസ്, right? And multiple sessions, additional sessions which faculty cannot give, mentors കൊടുക്കാറുണ്ട്. ആൻഡ് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് മെന്റേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്, റൈറ്റ്. നമ്മളുടെ പ്രീമിയം ക്ലാസ്സസ് എന്നൊരു മോഡൽ ഉണ്ട്. അതിൽ there will be live interactions. അപ്പോൾ വീക്ക്ലി നമ്മൾ ലൈവ് ഇന്ററാക്ഷൻസ് കുട്ടികളായിട്ട് ഫാക്കൽറ്റിയിലെ ഓരോ കുട്ടികളുടെയും നമ്മൾ എവറി വീക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുക്കും. വേർ ദേ ആർ, വാട്ട് ദെയർ പ്രോഗ്രഷൻ എടുക്കും, വാട്ട് ദേ ഹാവ് ഡൺ, വാട്ട് ദേ ഹാവ് വാച്ച്ഡ്, ഏതൊക്കെ വീഡിയോസ് കണ്ടു, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് നമ്മുടെ LMSൽ തന്നെ പ്രോഗ്രസ് ബാറും ഉണ്ട്, എത്രത്തോളം കുട്ടികൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള എല്ലാ ഫുൾ വീഡിയോ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അങ്ങനെ മെന്റേഴ്സ് വിൽ ഡിസ്കസ് വിത്ത് ദ ഫാക്കൽറ്റീസ് ആൻഡ് ഫാക്കൽറ്റിക്ക് അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അഫ്കോഴ്സ് ഓഫ്ലൈൻ ആകുമ്പോൾ ഇത്രത്തോളം എന്താ പറയുക ടെക്നോളജി യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഫാക്കൽറ്റി ചെറിയ ബാച്ച് ആകുമ്പോൾ ഈസിയർ ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. സോ വി ഫോക്കസ് ഓൺ സ്മോളർ ബാച്ചസ് ടു എൻഗേജ് ദാറ്റ് സ്റ്റുഡൻറ് ഫാക്കൽറ്റി ഇന്ററാക്ഷൻ. അതാണ് നമ്മുടെ പ്രൈം ഫോക്കസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് മെന്റേഴ്സ് അഡീഷണൽ ആയിട്ട് ഓഫ്ലൈനിലായാലും ചെറിയ ബാച്ച് ആണെങ്കിലും മെന്റേഴ്സ് വരും. സോ ദർ ആർ കമ്പൽസറി മെന്റർ സെഷൻസ്, റൈറ്റ്. സ്റ്റുഡൻസിനെ ഇരുത്തി നമ്മൾ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു, അവരുടെ പ്രോഗ്രഷൻ നോക്കുന്നു.
സോ ഒരു ചെറിയ കുട്ടികൾ പോലും ആ ഒരു 3 months ടൈമിനുള്ളിൽ അവർക്കത് പാസ്സാവാനായിട്ടുള്ള കോൺഫിഡൻസ് കൂടും. ഇപ്പം വി ഗൈഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും. അതെ, നമ്മൾ ഹൈബ്രിഡ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ എല്ലാ ക്ലാസ്സസും നമ്മൾ ഓഫ്ലൈനായിട്ട് അല്ലാതെ ചില ക്ലാസ്സസ് ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില ചെറിയ ടോപ്പിക്കുകൾ നമുക്ക് അവർ ഓൺലൈനിലായിട്ട് നമ്മളത് പ്രീ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓഫ്ലൈനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കേട്ടിട്ട് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. റൈറ്റ്? അപ്പോൾ അത് എന്തൊക്കെ ടോപ്പിക്കാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദറ്റ് സബ്ജക്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദറ്റ് സിലബസ്, ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൻ ടോപ്പിക്സ് എക്സെട്ര. സർ ഓൾറെഡി എംപ്ലോയ്മെന്റിൽ ഇരുന്ന ആളാണ്. അതെ. ഒരു എംപ്ലോയ്മെന്റ് ഇങ്ങനെ ഒരു പ്രൊഫഷനിലോട്ട് വരുമ്പോൾ സൊസൈറ്റിയിൽ നിന്ന്, ഇപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും സൊസൈറ്റിയിൽ നിന്നായിട്ടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഐ മീൻ ഇത്രയും ഫിക്സഡ് ഇൻകം കിട്ടി വരുന്ന ഒരു പ്രൊഫഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ടീച്ചിങ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴുള്ള ഫാമിലിയുടെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് പെർട്ടിക്കുലർ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്ന തന്നെ താങ്ക്സ് ടു മൈ ഫാമിലി, മൈ വൈഫ്, റൈറ്റ്, മൈ പേരൻസ്, മൈ വൈഫ്സ് പേരൻസ്. ഇവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്കിത് കിട്ടത്തില്ല. റൈറ്റ്? അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞ ഒരു പാഷനേറ്റ് ഫീൽഡ് ഉണ്ടല്ലോ, അതെന്റെ ടീച്ചിങ് ആണ്. ബിക്കോസ് എനിക്ക് അറിയാം, ഇഫ് ഐ എം വർക്കിംഗ് ഇൻ എ പ്രൊഫഷൻ, എന്റെ കമ്പനിയിൽ ഐ വാസ് ദ ടോപ്പ് പെർഫോമർ. സോ എനിക്കറിയാം, ഈവൺ ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക്, ഇഫ് ഐ ഫെയിൽ ഇൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ, ഐ ക്യാൻ ഗോ ബാക്ക്, ബിക്കോസ് ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. സോ അത് ഉള്ളപ്പോൾ അത് എന്റെ ഫാമിലി എല്ലാവർക്കും അറിയാം. റൈറ്റ്? അപ്പോൾ അവരത് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. യെസ്, യു ഗോ ഹെഡ്, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട്. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇനീഷ്യലി നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗോ ടു മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടു സ്റ്റാർട്ട് ടീച്ചിങ്. പക്ഷെ അവിടെയൊക്കെ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഐ ഫെൽറ്റ് ഇസ് നമ്മളുടെ ടീച്ചിങ് മെത്തഡോളജി നമുക്ക് സ്റ്റുഡൻസിനോട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് വി ഹാവ് ടു ഫോളോ വാട്ട് ദേ ഹാവ് ബീൻ ഡൺ. സോ അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ there is a new way of teaching. Why don't we implement that new way? Right? And slowly and steadily it is working out. But initial ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിക്വയർമെന്റ് ഉള്ള ഒരു ഫീൽഡാണ്. ഇങ്ങനത്തെ കോഴ്സസ് എപ്പോഴും ഒരു റിക്വയർമെന്റ് ആയിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. റൈറ്റ്? ആൻഡ് നമ്മളൊരു എംപ്ലോയ്മെന്റ് സൈഡിലുള്ളപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. വി ഓൾവേസ് ലേൺ ന്യൂ തിങ്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയ കോഴ്സ് വന്നു കഴിഞ്ഞാൽ പുതിയ കോഴ്സ് പഠിക്കാൻ എനിക്ക് തയ്യാറാണ്. ബിക്കോസ് അത് നമുക്ക് നമ്മളെ ചലഞ്ച് എന്താ പറയുക, നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. റൈറ്റ്? അതുപോലെ ACCA നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വാട്ട് ഇസ് എ പ്രൊജക്ഷൻ 2 years 3 years കഴിഞ്ഞാൽ വാട്ട് ഐ വുഡ് ഏൺ ഇൻ എ ഫിക്സഡ് സാലറി വേഴ്സസ് വാട്ട് ഐ ക്യാൻ ഡു ഹിയർ. സോ ഇവിടെ ഡു ഹിയർ ദ ഗ്രോത്ത് ഇസ് മോർ. സോ ഇനീഷ്യലി നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ആ പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ആസ് ഐ ടോൾഡ് യു, റിവാർഡ് വിൽ ബി വെരി ഹൈ. സോ അതേ പ്രൊഫഷണൽ കോഴ്സിന്റെ ആ റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇനീഷ്യൽ ഫേസസിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും, യെസ്, നമുക്ക് നാളെ സ്റ്റുഡൻസ് കൂടുന്തോറും they will feel more interested with us to study or learn from us. Definitely the fees they pay as well as നമ്മളോട് കുട്ടികൾ വന്ന് പഠിക്കുന്നതും they will be definitely more. അപ്പോൾ നമുക്ക് എന്താ പറയുക, whatever we earn from the corporate അതിനെക്കാട്ടും കൂടുതൽ. But more than that is a passion and a service. എല്ലാവർക്കും ബെൻസ് കാറും BMW കാറും അല്ലെങ്കിൽ ലക്ഷറി ഹൗസ് ആണ് അംബിഷൻ, എനിക്ക് ടാർഗറ്റ് എങ്കിൽ എനിക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, കുട്ടികൾക്ക് ജോലികൾ കിട്ടണം. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഐ ഗെറ്റ് മോർ ഹാപ്പി വെൻ എ സ്റ്റുഡൻറ് കംസ് ബാക്ക് ടു മീ ആൻഡ് സേസ്, സർ ഐ ഹാവ് ഗോട്ട് എ ജോബ് ആൻഡ് ആ ഒരു ആൻഡ് സർ ഐ ഹാവ് പാസ്ഡ്. ആ ഒരു ഹാപ്പിനെസ്, അവരുടെ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് എനിക്ക് ആ ഹാപ്പിനെസ് കിട്ടുന്നത്. സോ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, നോട്ട് ജസ്റ്റ് ദ മോണിറ്ററി ആസ്പെക്ട്. ബിക്കോസ് I see a problem, I am trying to solve that problem, right? So money will come anytime. But more than that, am I happy by doing this? Yes. Right? So അത് ലോങ് റണ്ണിൽ ഇറ്റ് വിൽ ഗിവ് മീ എ yield എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാം. ACCA അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുന്ന കുട്ടികളോട്, അതായത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്ന, എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് സാറിന് ഇപ്പം എന്താ പറയാനുള്ളത്? നല്ല ചോദ്യമാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും 100% ഡെഡിക്കേഷനോടെ ചെയ്യും. റൈറ്റ്? സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി പഠിച്ചോളൂ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോളൂ. ബട്ട് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദാറ്റ് യു വിൽ നെവർ ബി ഏബിൾ ടു പാസ് അൺടിൽ ആൻഡ് അൺലെസ് യു ലേൺ വാട്ട് ഐ ഹാവ് ഗിവൺ ടു യു. സോ സം കൈൻഡ് ഓഫ് സെൽഫ് സ്റ്റഡി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി മച്ച് വൈറ്റൽ. അത് ഈ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഫാക്കൽറ്റീസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫാക്കൽറ്റിയുടെ ക്ലാസ്സസ് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. പക്ഷേ ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്നെ പഠിച്ച്
അതേപോലെ തന്നെ ഒരു ട്യൂട്ടറിൻ്റെ നിന്ന് പഠിക്കുന്നത് മാത്രം ടെക്സ്റ്റ് ബുക്സ് നോക്കി റിസർച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങർ റണ്ണിൽ അവർക്ക് അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഇത്രയും ഹയർ ആയിട്ട് വന്ന കുട്ടികൾക്ക് എല്ലാം ക്യാപ്സ്യൂൾ മൂഡിൽ വേണം. ബട്ട് ഓൾവേസ് try to find the longest route to complete that journey, because that will give you a longer yield. പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് റിസൾട്ടും അതിനനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ മറ്റേ സ്ഥലത്ത് മോശം റിസൾട്ട് ആയിരിക്കും. ചിലപ്പോൾ ജോലിയിൽ നമുക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മൾ ലേൺ ചെയ്തത് ക്യാപ്സ്യൂൾ റൂട്ടിലാണ്, എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ചെയ്ത്. പക്ഷെ നമുക്ക് ജോബിനെ കുറിച്ച് ഒന്നും അറിയില്ല. സോ അതിന് റിസർച്ച് ചെയ്യൂ, കൂടുതലായിട്ട് അത് പഠിക്കൂ, ആൻഡ് ഗോ ഫോർ മെന്റർഷിപ്സ്. Go with tutors or institutes which give you mentors, right? അവർ നിങ്ങളെ മെന്റർ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുമുള്ള സ്ഥലത്തേക്ക് പോകൂ. അങ്ങനത്തെ ആൾക്കാരോട് പോകും. They will guide you much better. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഇന്ത്യയുടെ കോച്ച് ഗൗതം ഗംഭീറാണ്. വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും നല്ല പൂരടിയാണ് അല്ലെ, പണ്ട് മുതലേ നമുക്ക് കേൾക്കാറുണ്ട് IPL മാച്ചിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഗൗതം ഗംഭീറാണ് വിരാട് കോഹ്ലിന്റെ അടുത്ത് പറയണത്, നിങ്ങൾ കവർ ഡ്രൈവ് അടിക്കുമ്പോൾ ഔട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോട്ട് ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് കോച്ച് ചെയ്യുന്നുണ്ട്. അത് വിരാട് കോഹ്ലിക്ക് അറിയില്ലേ? ഗൗതം ഗംഭീറിനെല്ലാം കൂടുതൽ മാച്ച്. ബട്ട് എന്തിനാണ് ഒരു കോച്ചിന് ആവശ്യം? കോച്ചിന് ആവശ്യം അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയാനും തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനും വേണ്ടിയിട്ട് ആണ് ഒരു കോച്ച് ഉള്ളത്, റൈറ്റ്? ആൻഡ് ഹൗ ദേ ക്യാൻ ഇംപ്രൂവ്, അതും കൂടി വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ഷോട്ട് എങ്ങനെ കളിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അതുപോലെ തന്നെ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ എന്ന് പറയുന്ന ആള് അവർക്ക് മോർ ദാൻ ആ സബ്ജക്ട് നോളജ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ പഠിക്കണം, എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്, വാട്ട് യു ഷുഡ് ഡു ബെറ്റർ, ഇങ്ങനെ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. I would try to say to the students that you go and find tutors who are ready to give you a guidance rather than just teaching you what is there in the textbook. ഇങ്ങനൊരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പൊതുവെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. എസ്പെഷ്യലി പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം CMA അല്ലെങ്കിൽ CA ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ റിസൾട്ട് കണ്ട അതിൻ്റെ അടിയിൽ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഉണ്ടാവും. അപ്പം ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായി, രാവിലെ എഴുന്നേറ്റാൽ ഓക്കെ റിസൾട്ട് വരുന്നു, ലിങ്ക് ചെയ്യുന്നു, നോക്കുന്നു, അതിൻ്റെ അടിയിൽ ഒരു കൺഗ്രാറ്റുലേഷൻസ്, അതായിരിക്കും എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഇപ്പോൾ ഞാൻ ഇന്റർമീഡിയറ്റ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ആയാൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷൻ വെക്കും, ഒരു ചെറിയൊരു ട്രോഫി ഒക്കെ തന്നൊരു ഫംഗ്ഷൻ വെക്കും. എനിക്ക് ആ ട്രോഫിയും അല്ലായിരുന്നു, എനിക്ക് ആ ഒരു മൈക്ക് പോയിന്റ് തരും നമുക്ക്. അവിടെ പോയിരുന്ന് നമുക്ക് 5 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കാം, നമ്മൾ ആ ഒരു ഇന്റർമീഡിയറ്റ് വരെ എത്തിയ ഒരു ജേർണിനെ കുറിച്ചിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്ത മൊമെന്റ് അതായിരുന്നു. CMA ഇന്റർമീഡിയറ്റ് പാസ് ആവുന്നതിനേക്കാളും കൂടുതൽ ആ പോയിന്റിൽ എത്തിയിട്ട് എല്ലാവരെയും ഒന്ന് അഡ്രസ് ചെയ്യണം എന്നായിരുന്നു മാനിഫെസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ പോയിന്റ്. അതുപോലെ സാറ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത പോയിന്റിൽ ഇപ്പൊ എത്തി നിൽക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും, റൈറ്റ്. പക്ഷേ നമ്മൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഷുഡ് ചേഞ്ച് അക്കോർഡിംഗ് ടു യുവർ കറന്റ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ, ACCAയുടെ റിസൾട്ട് ഞങ്ങൾക്ക് മൊബൈലിലാണ് വരുന്നത്. അപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി പെർസെൻറ്റേജ് വരും, അതുപോലെ ഇമെയിലും വരും. ആ ഒരു മൊമെന്റ് എൻ്റെ ഫൈനൽ സബ്ജക്ട്സിൽ നിൽക്കുമ്പോൾ ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കും. കാരണം ഞങ്ങൾക്ക് വരുന്നത് റിസൾട്ട് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, റൈറ്റ്? അപ്പം നമ്മൾ ഉറക്കമൊഴിച്ച് ഇങ്ങനെ കാത്തിരിക്കും. ഉറക്കമൊഴിച്ച് ഞാൻ ആ പെർട്ടിക്കുലർ പോയിന്റ്, ആ റിസൾട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആ ദിവസം വരെ, റൈറ്റ്, എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. റിസൾട്ട് വന്നു, പാസ്സായി. അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എണീറ്റുണ്ട്, ആ റിസൾട്ട് വന്നോ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് ആയിട്ടുണ്ടായില്ല, പക്ഷെ എണീറ്റ് നോക്കിയിട്ടുണ്ട്. ബട്ട് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ACCA കഴിഞ്ഞതിന് ശേഷം, ACCA അഫിലിയേറ്റ് ആയി എന്നുള്ള പറഞ്ഞതിന് ശേഷം എനിക്ക് ചിന്തിച്ചത് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ ഇപ്പം എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച്, റൈറ്റ്, അവർ ആ ലെവലിലേക്ക് എത്തുന്നതും, റൈറ്റ്, വി ഗൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഗ്ലോബലി ലെവലിൽ അറിയപ്പെടുന്നതുമാണ് എൻ്റെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റേഷൻ. പക്ഷേ സ്റ്റഡിങ് ഇതുപോലത്തെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും ഉണ്ട്. ബട്ട് ആ മാനിഫെസ്റ്റേഷൻ എപ്പോഴും കീപ്പ് ഓൺ ചേഞ്ചിങ് അക്കോർഡിംഗ് ടു യുവർ കറന്റ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നന്റ് ആയി പോകുന്ന വിധിക്കുന്ന ആളാണ്. സോ വാട്ട് നെക്സ്റ്റ്? സോ വൺസ് യു കംപ്ലീറ്റ്, വാട്ട് നെക്സ്റ്റ്, റൈറ്റ്? അതുപോലെ എനിക്കൊരു കാര്യം എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം, ഐ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ആ സമയത്ത് ഞാൻ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഐ ഓൾവേസ് തിങ്ക് ഓഫ് എ ലൈക്ക് എ പ്രൊഫഷണൽ വേ. സോ പ്രൊഫഷണൽ ആണെങ്കിൽ എന്തിടും, ഓക്കെ? അപ്പോൾ എന്നിട്ട് ഐ ട്രൈ ടു സീ ദാറ്റ് ഐ എം ദ CEO ഓഫ് എ കമ്പനി, റൈറ്റ്? എന്നിട്ട് എൻ്റെ സബോർഡിനേറ്റ്സിനെ ഞാൻ അഡ്രസ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ കമ്പനിയുടെ CEO ആണ്, റൈറ്റ്? അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഐ എം ദ CEO ഓഫ് എ കമ്പനി,
റൈറ്റ്? അപ്പോൾ ആ മാനിഫെസ്റ്റേഷൻ നമുക്ക് എത്തും, ആ ഒരു പോയിന്റ് എത്തും. ബട്ട് ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് ആണ്. ബട്ട് യെസ്, ആ ലെവലിൽ എത്തി, ഇനിയും എത്തിക്കൊണ്ടിരിക്കണം, ഇനിയും ഓരോ മാനിഫെസ്റ്റേഷൻസ്. യെസ്, സ്റ്റിൽ മാനിഫെസ്റ്റിംഗ്. സാറിന് ഇപ്പോൾ ACC ഈ ഒരു ജേർണിയിൽ, അത് കഴിഞ്ഞിട്ട് വി ഗൈഡിലേക്കുള്ള ജേർണിയിൽ പല സ്ട്രഗിൾസും ഉണ്ടായിട്ടുണ്ടോ, പല ഹിൻഡ്രൻസസും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ ഹിൻഡ്രൻസസും സ്ട്രഗിൾസും ഒക്കെ വരുന്ന സമയത്ത് എന്താ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നത് മൂവ് ഓൺ ചെയ്യാൻ? ഐ ഓൾവേസ് ഫീൽ ദർ ഇസ് എ സേയിങ്, ഓക്കെ, ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. ബട്ട് ആ സ്റ്റോറി എൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ദിസ് ടു ഷാൽ പാസ്. റൈറ്റ്, ദിസ് ടു ഷാൽ പാസ്. നമ്മളുടെ വേഴ്സ്റ്റ് സിറ്റുവേഷനിലും ദാറ്റ് മൊമെന്റ് വിൽ പാസ്. റൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് സിറ്റുവേഷനിലും ദാറ്റ് മൊമെന്റ് വിൽ പാസ്. കറക്റ്റ്. സോ ഹാപ്പിനെസ് വിൽ ഓൾസോ നോട്ട് ലാസ്റ്റ് ലോങ്ങർ. നമ്മുടെ sorrows also will not last long. This too shall pass. And second thing that I always focus on is goals. എൻ്റെ മനസ്സിലും എനിക്ക് written goals ഉണ്ട്. And our written goals I keep on thinking and I keep on dreaming to achieve. So when we are in the negative side also, it's okay. നമ്മളെ goals achieve ചെയ്യില്ലെങ്കിൽ I know where to go. Right? ആ ഗോൾസ് എത്താൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഈ പറയുന്ന ഇഷ്യൂസും നെഗറ്റീവ്സും സ്ട്രെസ്സും ആൻസൈറ്റി എല്ലാം വരുന്നത്. ബട്ട് ആ ഗോൾസിലേക്ക് എത്തിപ്പെടാനായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഡെഫിനറ്റ്ലി അതിലോട്ട് എത്താൻ പറ്റും. റൈറ്റ്, അപ്പോൾ വി ഷുഡ് കീപ് ഓൺ പോസിറ്റീവ് സ്പിരിറ്റ്. റൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ups and downs are part of the life. Right? Life is not a bed of roses. You will always see growths. At the same time, you should always see negatives as well. So നെഗറ്റീവിന്റെ സമയത്ത് we should think what we are doing wrong. അത് ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും പ്രോബ്ലം. അപ്പോഴാണ് അവർ വീണ്ടും വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെ സെയിം ഗോളിലേക്ക് എത്താനായിട്ട് സെയിം സ്ട്രാറ്റജി തന്നെ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യും. അപ്പോൾ അവർ കറക്റ്റ്. ഇപ്പോൾ ഒരു കുട്ടി തന്നെ 3ാമത്തെ അറ്റംപ്റ്റിലാണ് CA എഴുതുന്നത് അല്ലെങ്കിൽ ACC എഴുതുന്നതെങ്കിൽ വാട്ട് യു ഹവ് ഡൺ റോങ് ഇൻ ദ പാസ്റ്റ് 3 attempts, സിറ്റ് വൺ ഡേ യു സിറ്റ് ദാറ്റ്. റൈറ്റ്, നൗ വാട്ട് ഇസ് എ ന്യൂ തിങ് ദാറ്റ് യു ക്യാൻ ഡു. അതായിരിക്കും ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ വീണ്ടും വീണ്ടും സെയിം മിസ്റ്റേക്സ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. So learn from your mistakes, right? And I always ask this question to my boss that what are my negatives, right? So നമ്മൾ അത് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഒരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഇതാണ് നിന്റെ നെഗറ്റീവ് എങ്കിൽ നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ റൈറ്റ് വി വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. Correct. So when we are at the most downside, we should ask ourselves, what did I do wrong? And to keep yourself positive, just say that this too shall pass. സർ, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരുന്ന സമയത്ത് അതിന് വി ഗൈഡ് എന്ന് പേരിടാനുള്ള കാരണം എന്തായിരുന്നു? എല്ലാവരും എപ്പോഴും നല്ലൊരു മോട്ടിവേഷണൽ പേരല്ലേ ആദ്യം ആലോചിക്കുക. എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഐ ഗൈഡ് യു ആൻഡ് ഐ ഗൈഡ് യു ടു സക്സസ്. സോ എനിക്ക് ഐ എന്നുള്ള വാക്ക് ഇഷ്ടമല്ല, ബിക്കോസ് ദാറ്റ്സ് എ സെൽഫ്. And I always believe that only with a group of people there will be success. So അതിനു കൂടെയാണ് വി എന്നുള്ള വാക്ക് വന്നത്. സോ അവർ ട്യൂട്ടേഴ്സ് ആൻഡ് അവർ ടീം വിൽ ബി ഗൈഡിങ് യു ടു സക്സസ്. അതാണ് ആ വി ഗൈഡ് എന്ന് പറഞ്ഞ പേര്. അത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് WEGYDE എന്നാക്കിയത്, സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ഗൈഡിലോട്ട് ട്യൂട്ടേഴ്സിനെ ആയാലും മെന്റേഴ്സിനെ ആയാലും സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് ശ്രദ്ധിക്കുന്നത്? യെസ്, സോ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ വി ആർ ദെയർ ടു കേറ്റർ ടു ദ സ്റ്റുഡൻസ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഫാക്കൽറ്റീസിനെ ചൂസ് ചെയ്യുന്നവർ 100% ക്വാളിഫൈഡ് ആയിരിക്കണം. റൈറ്റ്, ക്വാളിഫൈഡ് ഫാക്കൽറ്റീസിനെ ആയിരിക്കും നമ്മൾ ആ പെർട്ടിക്കുലർ ക്ലാസ്സോ അല്ലെങ്കിൽ സെഷൻ എടുക്കാനായിട്ട് നമ്മൾ അലോ ചെയ്യത്തുള്ളൂ. സോ ക്വാളിഫൈഡ് അല്ലാത്ത ഫാക്കൽറ്റീസ് നമ്മൾ ചൂസ് ചെയ്യത്തില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I have like lot of discussion with the faculties. So initially there will be multiple rounds. Resume അയച്ചു കഴിഞ്ഞാൽ ഡെമോസ് നോക്കി, ഡെമോസ് ഇൻട്രാക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് അവർ 3 or 4 levels ഓഫ് സ്ക്രീനിങ് കഴിഞ്ഞിട്ടേ നമ്മളൊരു ഫാക്കൽറ്റീനെ ഹയർ ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 faculty 20 faculty എന്നില്ല. 4 faculties 5 faculties മാക്സിമം 3. ചില സ്ഥലത്ത് ഹിന്ദി പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആകെ 2 faculties ഉള്ളൂ. സോ അത്രയും സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കാരണം ഈ സ്റ്റുഡൻസിന്റെ മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റിയുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് സപ്പോർട്ട്. സോ അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഫാക്കൽറ്റീസിനെ നമ്മൾ എടുക്കാറുണ്ട്. 2 തരത്തിലേ ഉള്ളൂ. ഒന്നെങ്കിൽ ദേ ഷുഡ് ഹാവ് ടീച്ചിങ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ദേ ഷുഡ് ഹാവ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ മെന്റേഴ്സ് ആയിട്ടുള്ളവർ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ കുറച്ചും കൂടെ നല്ല ഈ പഠിക്കാനും പഠിപ്പിക്കാനും ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളില്ലേ, അവരെ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് എടുക്കും. സോ ദാറ്റ് പഠിപ്പിക്കുമ്പോൾ
ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീപ്പർ നോളജ് വരും. അതെ. അതേപോലെ തന്നെ അവർ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഇതെല്ലാം കൂടും. സോ അതുപോലെ ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട്, സാർ ഞാൻ മെന്റർ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെയല്ല. വൺസ് ഒരാൾക്കാർ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺടിൽ അൺലെസ് അവർ ചേഞ്ച് ചെയ്യുന്നവരെ നമ്മൾ ബാക്കിയുള്ളവരെ ഹയർ ചെയ്യത്തില്ല. സോ അത് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ്സ് എ ടീം എഫേർട്ട്, ഇറ്റ്സ് എ കൊളാബറേഷൻ ആൻഡ് വി വർക്ക് ആസ് എ ഫാമിലി ടു സപ്പോർട്ട് ദ സ്റ്റുഡൻസ്. But I believe that I can work with anyone because I want to work with them as a family. So അതിൽ I look at what they are. എൻ്റെ ഒരു ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് വേർഡ് ആണല്ലോ വൈബ്. അപ്പൊ എൻ്റെ ഒരു വൈബും സ്റ്റുഡൻസിന്റെ വൈബും മാച്ച് ആയാൽ മാത്രമേ നമ്മൾ ഒരു ഫാക്കൽറ്റീസിനെ എടുക്കാറുള്ളൂ. സാർ ഓൾറെഡി വി ഗൈഡിൽ പഠിപ്പിക്കുന്ന കൂടിയുണ്ട്. അപ്പം സ്റ്റുഡൻസുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ന്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജെൻസി കാറ്റഗറിനെ കുറിച്ചിട്ടുള്ള പല ടൈപ്പ് ന്യൂസ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പം മെയിൻലി ഈ സാർ സ്റ്റുഡൻസുമായിട്ട് ഇത്രയും ഇന്റിമേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ സാറിന് എന്താണ് തോന്നുന്നത് ഈ ന്യൂസസും ഇതൊക്കെ കാണുന്നതും ഓൾറെഡി സ്റ്റുഡൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ വെച്ച് നോക്കുമ്പോൾ? അതെ. സോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ അത് പോസിറ്റീവ്സും ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സ് കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ അബൻഡൻസ് ആണ്. പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. ബിക്കോസ് ടെക്നോളജി ഇത്രയും വളർന്നത് കൊണ്ട് തന്നെ എല്ലാ ഇന്റർനെറ്റ് ഇത്ര ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ടൈപ്പ് ഓഫ് ന്യൂസും എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനും അവർക്ക് കേട്ടും കണ്ടും അറിയാൻ പറ്റും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള മോറൽ ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ മോറൽ ഗൈഡ് ലൈൻസിന്റെ ക്ലാസ്സസോ ഈ പറയുന്ന നമ്മളുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഇല്ല. സോ ടു ബി വെരി പ്രിസൈസ്, പല സ്കൂളുകളിലും ഈ പറയുന്ന ജെൻസി പിള്ളേരെ ഇവര് പഠിപ്പിക്കുന്ന രീതികളായാലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്സിലായാലും സ്റ്റിൽ ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ്. റൈറ്റ്? ആങ്സൈറ്റി, സ്ട്രെസ്, മെന്റൽ ഹെൽത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂളുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ കോർപ്പറേറ്റിൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആങ്സൈറ്റി, ഹെൽത്ത്, മെന്റൽ സ്ട്രെസ്സിനെ പറ്റിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓഫ് എന്താ പറയുക വർക്ക്ഷോപ്സും അതുപോലെ മെന്റൽ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിവിഷനും ഡിപ്പാർട്ട്മെന്റും തന്നെയുണ്ട്. ഇവിടെ സ്കൂളുകളിൽ അങ്ങനെയുണ്ടോ? ഇസ് ദെയർ എനി ഈ നമ്മുടെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സിക്ക് റൂം ഉണ്ടായിരുന്നു. സിക്ക് റൂമിൽ ഡോക്ടർ പോലും ഇല്ല, പക്ഷെ ജസ്റ്റ് ചില സമയത്ത് എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള ബാൻഡേജ് ഒക്കെ കിട്ടും. റൈറ്റ്? അതുപോലത്തെ സിക്ക് റൂം ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഒരു കുട്ടി എന്താ പറയാ സാഡ് ആയിട്ടാണുള്ളത്, സ്ട്രെസ്ഡ് ആയിട്ടാണുള്ളതെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടോ സ്കൂളുകളിൽ? അങ്ങനത്തെ ഒരാൾക്കാർ എന്തുകൊണ്ടില്ല? റൈറ്റ്? അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരുപാട് പിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഡേയ്സിൽ ഐ ഹാവ് ഇന്ററാക്ട് വിത്ത് സമൺ ഹു ഹാഡ് ഫേസ്ഡ് എന്താ പറയാ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. റൈറ്റ്? ആൻഡ് ഹി ഹാഡ് സൂയിസൈഡൽ തോട്ട്സ്. ഹി വാസ് ഓൺ ദ വേർജ് ഓഫ് സൂയിസൈഡ്. അങ്ങനത്തെ കുട്ടികളായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? ആൻഡ് അങ്ങനത്തെ കുട്ടികളുടെ അമ്മയായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവരെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് വേണം സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. റൈറ്റ്? അപ്പോൾ ജെൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡിൽ എടുക്കാറുണ്ടോ? അയ്യോ ഇവർക്ക് ഇത്രയും ഇത് ന്യൂസസും കാര്യങ്ങളും. ഇങ്ങനത്തെ ന്യൂസും ഇങ്ങനത്തെ ഇൻഫർമേഷനും അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കറണ്ട് ടെക്നോളജി, കറണ്ട് മീഡിയ, ഇൻഫർമേഷൻ അബൻഡൻസ് ആണ്. അതിൽ ശരി എന്താണ് തെറ്റെന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ബോധവത്കരണവും നമ്മൾ ചെയ്യണം. റൈറ്റ്? അതുപോലെ തന്നെ ജെൻസിയിൽ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസി കിഡ്സിൻ്റെ അടുത്ത് അവർ എന്തിനും തയ്യാറാണ്. they are very passionate and they are very ready for anything. റൈറ്റ്? അപ്പൊ അവര് കറക്റ്റ് ആയിട്ടുള്ള ദിശയിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, റൈറ്റ്, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് അവരോട് ഒരു കുട്ടികൾ ചില സമയത്ത് കുട്ടികളോട് ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവരുടെ കുട്ടികളുടെ കൂടെ ഇപ്പൊ ഞാൻ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട്. റൈറ്റ്? എന്തുകൊണ്ട് വേണ്ടിയിട്ടാ? അവർക്ക് നമ്മളൊരു അപ്രോച്ചബിൾ ഫാക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യണം. റൈറ്റ്? ഞാൻ എന്തോ ഭയങ്കര വലിയ പ്രൊഫഷണൽ ആണ് അങ്ങനെ ഫീൽ ചെയ്യരുത്. അതിന് പോസിറ്റീവ് ഉണ്ട് പക്ഷെ നെഗറ്റീവ് ഉണ്ട്. അതേപോലെ നമ്മൾ നിർത്താനുള്ള സ്ഥലത്ത് നമ്മൾ നിർത്തണം. റൈറ്റ്? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ മാഷാണെന്നുള്ള ഒരു ചിന്തഗതി നമ്മൾ അവർക്ക് കൊടുക്കണം. പക്ഷെ അങ്ങനെ കൊടുത്താൽ മാത്രമേ, അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുത്താൽ മാത്രമേ അവർ നമ്മളോട് ഓപ്പൺ അപ്പ് ആവുള്ളൂ. അവരുടെ പ്രശ്നം നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുള്ളൂ. ചിലവർക്ക് ഫാമിലി ആയിരിക്കും ഇഷ്യൂ, ചിലവർക്ക് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഇഷ്യൂ, ചിലവർക്ക് അവരുടെ പഠിത്തമായിരിക്കും ഇഷ്യൂ, ചിലവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാത്തതായിരിക്കും ഇഷ്യൂ. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്താൽ മാത്രമേ, ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമ്മൾ ഫാക്കൽറ്റീസ് നിൽക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അതിനോടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. ആൻഡ് അതാണ് വി ഗൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. റാദർ ദാൻ യു ബിക്കം എ സ്ട്രിക്റ്റ് ആൻഡ് പ്രൊഫഷണൽ ഫാക്കൽറ്റി. എൻ്റെ മെന്റേഴ്സ് അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, പിള്ളേരായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക. സോ ദാറ്റ് അവർക്ക് ഞാൻ വേണ്ട ഫുഡ് മേടിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴല്ലേ അവർക്ക് അത് അറിയും, നമ്മളോട് ഓപ്പൺ അപ്പ് ആവുള്ളൂ.
സോ ജെൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് ദർ പീപ്പിൾ വിത്ത് സോ മച്ച് പൊട്ടൻഷ്യൽ, സ്റ്റുഡൻസ് വിത്ത് സോ മച്ച് പൊട്ടൻഷ്യൽ. പക്ഷെ അവർക്ക് ഇത്രയും ഇൻഫർമേഷൻ, നെഗറ്റീവ് ഇൻഫർമേഷൻ അബൻഡൻസ് ആയിട്ട് കിട്ടുന്നതും ഈസിയർ ആയിട്ട് കിട്ടുന്നതുകൊണ്ടും അവരെ മോൾഡ് ചെയ്തെടുക്കാനും ചില കാര്യങ്ങളിൽ വി ഹാവ് ടു കീപ് ദം അവേ. അപ്പൊ അത് പറഞ്ഞ് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് തെറ്റാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ അതിന്റെ റിപ്രക്കഷൻസും ഇമ്പാക്റ്റും റിയൽ ലൈഫ് എക്സാമ്പിൾസോടെ പറയുമ്പോൾ ദേ വിൽ ബി റെഡി ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. റൈറ്റ്? അപ്പൊ അതാണ് എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഐ ലൈക്ക് ഇന്ററാക്ടിങ് വിത്ത് ജെൻസി ക്വൈറ്റ് എ ലോട്ട്. റൈറ്റ്? ചിലവര് എൻ്റെ 5-year-old കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്തുകൊണ്ട്? ലോജിക്കൽ റീസണിങ്, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയണം. ഇതല്ലേ നമുക്ക് എംപ്ലോയീസിന് വേണ്ടത്. എന്റെ ബോസ് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത്, ബിഫോർ യു ടേക്ക് എനി ജോബ് ആസ്ക് ടു ദ പേഴ്സൺ വൈ ഷുഡ് ഐ ഡു ദാറ്റ്. റൈറ്റ്? അതുപോലെ അവർക്ക് പറയാനറിയാം, നോ എന്ന് പറയാനറിയാം ജെൻസിക്കാർക്ക്. ഇപ്പോൾ വെറുതെ യു കനോട്ട് ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മിഡ് നൈറ്റ്സ് വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ നോ, എനിക്ക് ഈവനിംഗിൽ ആഫ്റ്റർ വർക്ക് ഡൺ ഐ എം ഡൺ. ദാറ്റ് ഈസ് ഓൾസോ റിക്വയർഡ്, റൈറ്റ്? ബിക്കോസ് അല്ലെങ്കിൽ ദേ ആർ ബീങ് എക്സ്പ്ലോയിറ്റഡ്, റൈറ്റ്? റൈറ്റ്? അപ്പൊ അതും കൂടി ഒരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. കുറച്ചുകൂടി ലോജിക്കലാണ് അവര്. ലോജിക്കലും അവർക്ക് ആ റീസണിങ് അവർക്ക് അറിയാം. ആൻഡ് ദേ വിൽ നോട്ട് ഡു അൺലെസ് അൺടിൽ ദേ ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ. സോ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ നമ്മൾ അവരെ കൊണ്ടുപോകണം. ബട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അവരെ ചെറുപ്പം കാലം തൊട്ടേ മോൾഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. അതേപോലെ ടീച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റീസ് ഓൾസോ ഷുഡ് അപ്ഗ്രേഡ് ദംസെൽഫ്. ChatGPT ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റിയാലിറ്റി. അത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൂടെ? അത് എപ്പോഴും പറയുന്ന ആൻസേഴ്സ് ശരിയാവണമെന്നില്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ അതിനെ യൂസ് ചെയ്ത് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അതിനെ ടീച്ചിങ്ങിലും ഇംപ്ലിമെന്റ് ചെയ്യാം, റൈറ്റ്? സോ യു ഹാവ് ടു അൺലേൺ ടു റീലേൺ എവറിഥിങ്, റൈറ്റ്? അപ്പോൾ ജെൻസിന് ഒരു പുതിയ ചാലഞ്ചാണ്. അത് നമ്മൾ അവരെ അനുസരിച്ചിട്ട് നമ്മൾ അവരെ മോൾഡ് ചെയ്ത് കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കണം. അതാണ് അവരും പ്രതീക്ഷിക്കുന്നത്. ഒരു റിജിഡ് പണ്ടത്തെ പോലത്തെ ടീച്ചർ പോലെയൊന്നും അല്ല അവർക്ക് വേണ്ടത്. ഇപ്പൊ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ACC, CMA, ഇന്ത്യ, US. അതോ ഇനി ഫ്യൂച്ചർ ഇതിന്റെ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ്? സോ നമുക്ക് വി വോണ്ട് ടു സ്റ്റാർട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ് സെന്റേഴ്സ്. അതാണ് നമ്മുടെ മെയിൻ ഏരിയ. സോ കേരളത്തിൽ ഇപ്പൊ നമുക്ക് കൊച്ചിയിലുണ്ട്, റൈറ്റ്? കേരളത്തിലെ മൾട്ടിപ്പിൾ ഏരിയാസിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട് ടു സ്റ്റാർട്ട് വിത്ത്. അതുപോലെ നമുക്ക് സ്റ്റുഡൻസ് വരുന്നത് ഓൾ ഓവർ ദ വേൾഡ്. നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. വി ഹാവ് സ്റ്റുഡൻസ് ഇൻ എവറി കോണ്ടിനെന്റ്. ഇന്ത്യയിലുണ്ട്, UK വി ഹാവ് സ്റ്റുഡൻസ് ഇൻ ഏഷ്യ കൺട്രീസ്. We have students in New Zealand. We have one student in Canada also. നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ഇൻ എന്താ പറയുക മിഡിൽ ഈസ്റ്റ്. കുറേ സ്റ്റുഡൻസ് ഉണ്ട്. മെജോറിറ്റി സ്റ്റുഡൻസ് മിഡിൽ ഈസ്റ്റും ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഡൽഹി, ഗുർഗാവ് ആ ഏരിയയിലേക്ക് നമുക്കൊരു ഇമ്മീഡിയറ്റ് എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ വി ആർ ഓൾസോ പ്ലാനിങ് ഫോർ മിഡിൽ ഈസ്റ്റ്. സോ ഇങ്ങനത്തെ ഒരു മൾട്ടി ഫേസ്ഡ് അതൊക്കെ പോക്കറ്റ് സെന്റേഴ്സ് ആയിരിക്കും. സോ പോക്കറ്റ് സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ വെക്കത്തില്ല. നമ്മൾ ചെറിയ ഇതായിരിക്കും വെക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങളുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് അഫോർഡബിലിറ്റിയാണ്. ഐ ഫീൽ ദാറ്റ് education these days are given at a very premium cost. So what I focus is affordability. സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് അത് തന്നെ ട്യൂട്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോഴും ഐ നീഡ് എ പാർട്ട്ണർഷിപ്പ്. സോ നമ്മുടെ കൂടെ വരുന്ന ട്യൂട്ടേഴ്സ് ഒക്കെ ഒരു ലോങ് റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഈ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വന്ന് അത് കുട്ടികളുടെ കോസ്റ്റിൽ കൂട്ടാതെ നമ്മൾ പോക്കറ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ ഓൺലൈൻ ലേണിംഗിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഡയറക്റ്റ് ഇന്ററാക്ഷൻ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു പ്രൈം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അഫോർഡബിലിറ്റി കൊടുക്കണം, അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ഏരിയ. വിഗേഡ് ഇപ്പം ഓൾമോസ്റ്റ് 4 years കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പം ഇനിയും സാറിന് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. മറ്റ് കൺട്രീസിലായാലും ഒരുപാട് ഇപ്പോൾ ഓൾറെഡി 2500 എബോവ് സ്റ്റുഡൻസ് വിഗേഡിൽ നിന്ന് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചു ക്വാളിഫൈ ചെയ്തു പോയിരിക്കുന്നു. അപ്പൊ ഇനിയും ഒരുപാട് സാറിന്റെ പ്ലാൻസ് പോലെ എല്ലാം സക്സസ് ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.